ഈ രണ്ട് പഴമുണ്ട്. ഈ രണ്ട് പഴത്തിന് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുത്താലോ. ഒരാൾ ഇരുന്ന് കുറേ നേരമായിട്ട് പറയുന്നത് എന്തെങ്കിലും ഉണ്ടാക്കിത്താന്ന്. അപ്പോൾ നമുക്ക് നോക്കി നോക്കിയാലോ. എന്താ ഉണ്ടാക്കി കൊടുക്കാന്ന് കുറേ നേരം ആലോചിച്ച് പിന്നെ വിചാരിച്ച് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാന്ന്. ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു, കാരണം ഞാൻ എൻ്റെതായ രീതിയിലാക്കി എടുത്തതാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ രണ്ട് പഴത്തിനൊന്ന് സ്മാഷ് ചെയ്ത് മാറ്റി വെച്ച്, പിന്നെ രണ്ട് മുട്ട എടുത്ത് അതിനൊന്ന് ബീറ്റ് ചെയ്ത് കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ട്, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കരയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്ത്, പിന്നെ പൊടിയായിട്ട് ഞാൻ ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഗോതമ്പ് പൊടിയും നമ്മളെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കുറച്ചിട്ട് അതൊന്ന് അരിച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്ത്. എൻ്റെ ബൂസ്റ്റ് പൊടി ആരും ശ്രദ്ധിക്കണ്ട, അത് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്ത്, അപ്പോൾ അത് നല്ല ടൈറ്റ് ആയിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഈ ഒരു ഫോമിലാക്കിയെടുത്ത്, എന്നിട്ട് കുറച്ച് നട്ട്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, അതും ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഇത് ഈ ഒരു ട്രയലാണ് ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന ടൈം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മളെ മറ്റേ കേക്കിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും നമുക്ക് അങ്ങനെ മധുരമൊക്കെ കഴിക്കണം എന്നൊരാഗ്രഹം വരുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്.